ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധ സ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാമ്യമാനീൽ. ഇനി നമുക്ക് ശ്ലോകം വായിച്ചപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. 8ാമത്തെ ശ്ലോകമാണ് നമുക്ക്. ദൃഷ്ട്വോർവശീം തവ കഥാഞ്ച നിശമ്യ ശക്ര പര്യാകുലേ ജനി ഭവൻ മഹിമാവമർശാൽ ഏവം പ്രശാന്തരമണീയതരാവതാരാത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഈ ഒരു ശ്ലോകം കൊണ്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ ആ ഒരു നരനാരായണ അവതാരത്തിൻ്റെ ആ ലീലകളെ മുഴുവൻ ഈ ഒരു ഒറ്റ ശ്ലോകം കൊണ്ട് ചുരുക്കി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം മുതൽ പിന്നെ ദക്ഷ യാഗത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം കൂടിയേ ഉള്ളൂ നരനാരായണാവതാര ലീല വർണ്ണിക്കുന്നത്. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ദൃഷ്ട്വോർവശീം, ദൃഷ്ട്വ, ഉർവശീം എന്നിങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദൃഷ്ട്വോർവശീം. ദൃഷ്ട്വ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്. ഉർവശീം, ഉർവശിയെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഭഗവാൻ തൻ്റെ ഊരുവിൽ നിന്നും സൃഷ്ടിച്ച ഉർവശി എന്ന അതിസുന്ദരിയായ ഒരു ദേവസ്ത്രീയെ കൂടി ഭഗവാൻ തന്നെ പ്രലോഭിപ്പിക്കാൻ വന്നവരുടെ പക്കം ആ ദേവേന്ദ്രനായി കൊടുത്തുവിട്ടു എന്ന് പറഞ്ഞിരുന്നു. തന്നെയല്ല, തന്നെ ഇവിടെ പരിചരിക്കാനായി നിന്നിരുന്ന, തന്നെ സേവ ചെയ്യാൻ നിന്നിരുന്ന ആ പരിചാരകരായിട്ടുള്ള ആ സുന്ദരികളായിട്ടുള്ള തരുണിമണികളെ കൂടി അവരോടൊപ്പം കൊടുത്തുവിട്ടു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഭഗവാനെ ഇത്ര നാളും സേവ ചെയ്തുകൊണ്ടിരുന്ന ഈ സുന്ദരിമാരായ സ്ത്രീകളും അതുപോലെ ഭഗവാന്റെ ഊരുവിൽ നിന്നും ജനനം കൊണ്ട ആ ഉർവശി എന്ന അപ്സര സ്ത്രീയും ഇപ്പോൾ ഉള്ളത് ദേവേന്ദ്രൻ്റെ അടുത്താണ്, ദേവലോകത്താണ്. അപ്പോൾ ദേവേന്ദ്രൻ ആകെ ഇത് കണ്ടപ്പോൾ ആകെ ലജ്ജിതനായി. എന്താ, തൻ്റെ ഉദ്ദേശ്യം ആ നരനാരായണ മഹർഷിമാരുടെ തപസ് മുടക്കുകയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ കാമദേവനെയും മറ്റുള്ള രംഭ, തിലോത്തക, മേനക തുടങ്ങിയ അപ്സര സ്ത്രീകളെ ഉൾപ്പെടെ ഏതെല്ലാം തരത്തിൽ ഭഗവാന്റെ ആ നരനാരായണ മഹർഷിമാരുടെ തപസ് ഇളക്കാനാകുമോ ആ വിധത്തിലെല്ലാം ഇളക്കാനായി അങ്ങോട്ട് വിട്ടത്, അവരുടെ ആശ്രമത്തിലേക്ക് വിട്ടത്, അവർ തപസ് ചെയ്യുന്നിടത്തേക്ക് വിട്ടത്. പക്ഷെ ഇപ്പോഴാകട്ടെ അവരെല്ലാം ഇളിഭ്യരായി തിരിച്ചു വന്നു എന്ന് തന്നെയല്ല, ഭഗവാൻ തനിക്കായി കൊടുത്തു വിട്ടിരിക്കുന്നത് ഒരു പക്ഷേ താൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചവരെക്കാൾ എത്രയോ സൗന്ദര്യമുള്ള സാക്ഷാൽ ഉർവശി എന്ന അപ്സര സ്ത്രീയെ തന്നെയാണ് ആ നരനാരായണ മഹർഷിമാർ തനിക്കായിട്ട് കൊടുത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഉർവശിയെ കണ്ടിട്ട് ഉർവശീം ദൃഷ്ട്വ, ആ ഉർവശിയെ കണ്ടിട്ട് തവ, അങ്ങയുടെ കഥാഞ്ച, കഥാം ച ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കഥാഞ്ച. കഥാം എന്ന് പറഞ്ഞ കഥ. ഇവിടെ അടുത്തത് നിശമ്യ. ച എന്നാൽ നമ്മൾ പറഞ്ഞിരുന്നു കൂട്ടിച്ചേർക്കാൻ വേണ്ടി, അതും കൂടി അതിപ്പോൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നിശമ്യ എന്ന് പറഞ്ഞാൽ കേൾക്കുകയും, അപ്പോൾ ആ കഥകളെയൊക്കെ അങ്ങയുടെ ഈ അവിടെ പോയി നരനാരായണ മഹർഷിമാരുടെ തപസ്സിളക്കാൻ പോയവരൊക്കെ തിരിച്ചു വന്ന അവരുടെ അനുഭവ കഥകളൊക്കെയാണ് ഇവിടെ വന്ന് ദേവേന്ദ്രനോട് വന്ന് പറയുന്നത്. എന്താ, തങ്ങളാൽ കഴിയും വിധമൊക്കെ അതിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു നരനാരായണ മഹർഷിമാരെ ഒന്ന് പ്രലോഭിപ്പിക്കാനായിട്ട്. പക്ഷേ ഒരല്പം പോലും നരനാരായണ മഹർഷിമാർ അതിൽ പ്രലോഭിപ്പിക്കപ്പെട്ടില്ലെന്ന് തന്നെയല്ല, ഒരല്പം പോലും പ്രകോപനം കൂടാതെ തങ്ങളെ കൂടി ആ
ആത്മതത്വത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുകയും തന്നെ പരിചരിക്കാൻ നിന്നിരുന്ന സുന്ദരിമാരായ ദേവാംഗനമാരെ കാണിച്ചു കൊടുത്ത് തങ്ങളുടെയൊക്കെ നിസ്സാരത ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു എന്നുള്ള തുടങ്ങിയ കഥകളൊക്കെ ഈ നരനാരായണ മഹർഷിമാരുടെ തപസ്സിളക്കാൻ പോയവർ തിരികെ വന്ന് ദേവേന്ദ്രനോട് പറഞ്ഞപ്പോൾ അങ്ങനെ ആ കഥകളൊക്കെ കേൾക്കുകയും അതേപോലെ ശക്രഹ എന്നാൽ ശക്രൻ ദേവേന്ദ്രൻ, പര്യാകുലഹ അജനി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പര്യാകുലോജനി. പര്യാകുലഹ എന്ന് പറഞ്ഞാൽ അത്യന്തം വ്യാകുലനായി, അതായത് താൻ ഏതൊരു ലക്ഷ്യത്തിലായിരുന്നുവോ ഈ ദേവസ്ത്രീകളെയും ഒക്കെയും ദേവസുന്ദരിമാരെയും മറ്റുള്ള കാമദേവൻ ഉൾപ്പെടെയുള്ളവരെയും ആ നരനാരായണ മഹർഷിമാരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ആ ഉദ്ദേശ്യം നടപ്പിലായില്ല എന്ന് തന്നെയല്ല, പകരം ഭഗവാൻ ചെയ്ത പ്രവർത്തികൾ തന്നെയും കൂടി ലജ്ജിപ്പിക്കുന്നതാണ് എന്നുള്ള ആ ഒരു വ്യാകുലത, താൻ കാണിച്ചത് എത്രമാത്രം ബുദ്ധിമോശമാണെന്നുള്ള തിരിച്ചറിവ്, തൻ്റെ വിഡ്ഢിത്തത്തെ ഭഗവാൻ തനിക്ക് കാണിച്ചു തരികയായിരുന്നു, മനസ്സിലാക്കി തരികയായിരുന്നു എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ പര്യാകുലഹ, അതായത് അത്യന്തം വ്യാകുലനായി തീർന്നു. വളരെയേറെ ഇളിഭ്യതയോടുകൂടിയ ഒരു ദുഃഖം അങ്ങനെ ആയി തീർന്നു. അജനി എന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പോൾ പര്യാകുലോജനി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്യന്തം വ്യാകുലനായി തീർന്നു. പിന്നെയോ ഭവന്മഹിമാവമർശാത്, ഭവന്മഹിമ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ മഹിമയെ, മഹത്വത്തെ, അവമർശാത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട്. ഇപ്പോഴാണ് ആ നരനാരായണ മഹർഷിമാരുടെ മഹത്വം ശരിക്കും അറിയുന്നത്. കാരണം ഒരു സാധാരണ മഹർഷിയല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ആ തപസ്സിൽ നിന്നും അല്പം പോലും വ്യതിചലിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ മഹത്വം, ആ ഭഗവാന്റെ അംശങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ അവതാരങ്ങളായിട്ടുള്ള ആ നരനാരായണ മഹർഷിമാരുടെ തപോബലം, മനോബലം ഒക്കെ നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഏവം ഇപ്രകാരം പ്രശാന്തരമണീയതരാവതാരാത്വത്തോധികോ, കുറച്ച് വലിയൊരു പദമാണ്. നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അത് പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തഃ അധികഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പ്രശാന്തരമണീയതരാവതാരാത്വത്തോധികോ. ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രശാന്തരമണീയതരാവതാരാത്, പ്രശാന്തം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശാന്തമായിട്ടുള്ളത്. അതേപോലെ തന്നെ രമണീയതരം, അതിമനോഹരമായിട്ടുള്ള, മനസ്സിനെ രമിപ്പിക്കുന്നതായിട്ടുള്ള ആ സുന്ദരമായ സ്വരൂപത്തോടുകൂടി അവതാരമെടുത്ത. അപ്പോൾ പ്രശാന്ത രമണീയതരാവതാര, അത് ഏറ്റവും ശാന്തവും അതുപോലെ തന്നെ മനസ്സിനെ വളരെയേറെ രമിപ്പിക്കുന്നതായിട്ടുള്ള ഏറ്റവും മനോഹരമായ സുന്ദരമായ സ്വരൂപത്തോടുകൂടി ഭഗവാനെക്കുറിച്ച് ഇതേ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്നെ ആദ്യത്തെ ദശകത്തിലെ പറഞ്ഞു, സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ഭഗവാന്റെ സൗന്ദര്യത്തെ നമുക്ക് മറ്റൊന്നിനോട് ഉപമിക്കാനാവില്ല, താരതമ്യം ചെയ്യാനാവില്ല. കാരണം സൗന്ദര്യമുള്ളതിൽ വെച്ചും ഏറ്റവും സൗന്ദര്യമുള്ളതാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ അത്യധികം സുന്ദരമായ ആ രൂപത്തോടുകൂടി അവതാരമെടുത്ത ത്വത്തഃ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവതാരമാണ് ഈ നരനാരായണ മഹർഷിമാർ. അങ്ങനെയുള്ള അവിടുത്തേക്കാൾ അധികമായി, അപ്പോൾ അവിടുത്തേക്കാൾ അധികമായി വരദ, അല്ലയോ ഭഗവാനെ, അഭീഷ്ടവരപ്രദനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, കൃഷ്ണതനുസ്ത്വമേവ, കൃഷ്ണതനുഹു ത്വം ഏവ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കൃഷ്ണതനുസ്ത്വമേവ. കൃഷ്ണതനുഹു എന്ന് പറഞ്ഞാൽ ആ ശ്രീകൃഷ്ണ രൂപമായി അവതാരമെടുത്ത
ത്വം അങ്ങ് ഏവ മാത്രമേയുള്ളൂ, അങ്ങ് തന്നെയാണ്. അപ്പോൾ അല്ലയോ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ആ നരനാരായണ മഹർഷിമാരുടെ ആ ഒരു മഹത്വം പിന്നീടെടുത്ത പല അവതാരങ്ങളിലും അത് അതേപോലെ അത്രയും ആ ഒരു അളവിൽ പ്രതിഫലിച്ചില്ല എന്നർത്ഥം. അത് അതേ അളവിൽ പ്രതിഫലിച്ചത്, അതേ അളവിൽ നമുക്ക് കാണാനായത് ആ ശ്രീകൃഷ്ണ അവതാരത്തിൽ മാത്രമാണ്. വളരെ ശാന്തമായിട്ടുള്ള, അതേസമയം മനസ്സിനെ രമിപ്പിക്കുന്നതായിട്ടുള്ള സ്വരൂപത്തോടു കൂടി അവതാരം എടുത്തത് നരനാരായണ അവതാരത്തിന് ശേഷം ശ്രീകൃഷ്ണ അവതാരമായിരുന്നു എന്നിവിടെ ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം, ഇവിടെ നരനാരായണ മഹർഷിമാരെ പ്രകോപിപ്പിക്കാൻ ആവുന്നതും നോക്കിയിരുന്നു, കാമദേവനായാലും മറ്റുള്ള ദേവസ്ത്രീകളായിരുന്നാലും. പക്ഷേ ഭഗവാനെ ഒട്ടും തന്നെയും അത് പ്രകോപിപ്പിക്കാനോ പ്രലോഭിപ്പിക്കാനോ ഇടവരുത്തിയില്ല എന്ന് തന്നെയല്ല, അപ്പോഴും ശാന്തമായ ഭാവത്തോടുകൂടി ആ ശരീരത്തിൻ്റെ മനോഹര ഭാവത്തെ വിടാതെ അത്യന്ത സുന്ദര രൂപമെടുത്തിരിക്കുന്ന അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ നരനാരായണ മഹർഷിമാർ ഏകദേശം അതേ സ്വഭാവ ഗുണങ്ങൾ, മഹത്വം നമുക്ക് ശ്രീകൃഷ്ണാവതാരത്തിലും കാണാവുന്നതാണ്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ശിശുപാലൻ്റെ വധം, അല്ലേ? 100 തവണ ഭഗവാനെ മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുമ്പോഴും ഭഗവാൻ ഒട്ടും തന്നെയും പ്രകോപിതനാകാതെ ആ ഒരു മന്ദസ്മിതം സുന്ദരമുഖത്ത് നിന്നും മാഞ്ഞു പോകാതെ ഭഗവാൻ എത്ര ശാന്തമായിട്ടാണ് അതിനെ നേരിട്ടത്. ഇതുപോലെ ഭഗവാനെ പ്രകോപിപ്പിക്കാൻ പലരും ആ ഒരു ശ്രീകൃഷ്ണാവതാര കാലത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ വളരെ ശാന്തമായി മുഖത്തെ ആ സുന്ദരമായ മന്ദസ്മിതം ഒട്ടും മാഞ്ഞു പോകാതെ, അതിന് മങ്ങലേൽക്കാതെ ഭഗവാൻ തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാത്തിനെയും ഒരു പുഞ്ചിരിയോടുകൂടി നേരിടുന്നത് നമുക്ക് കാണാം. ഒരു പക്ഷേ ഈ ഒരു സ്വഭാവ മഹിമ നരനാരായണ അവതാരത്തിന് ശേഷം ശ്രീകൃഷ്ണാവതാരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് കൃഷ്ണതനുസ്ത്വമേവ, ശ്രീകൃഷ്ണ രൂപമെടുത്ത ആ ഒരു അവതാരത്തിൽ മാത്രമാണ് പിന്നീട് ഈ ഒരു മഹത്വം കാണാനാവുന്നത് ഭഗവാനെ എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഏവ എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവതാരം എടുക്കുമ്പോൾ ശാന്തനാണെങ്കിൽ കൂടിയും മാനുഷികമായ പല വികാര ദൗർബല്യങ്ങളും ശ്രീരാമചന്ദ്ര ഭഗവാനിൽ നമുക്ക് കാണാം. അതിനുദാഹരണമാണ് സീതാദേവിയെ നഷ്ടപ്പെടുമ്പോൾ ഉറക്കെ വിലപിച്ചുകൊണ്ട് നടക്കുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ. അതേപോലെ തന്നെ സീതാദേവിയെ ഉപേക്ഷിക്കുമ്പോഴായാലും ലക്ഷ്മണ കുമാരനെ ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴും ശ്രീരാമചന്ദ്ര ഭഗവാൻ അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ അത്യധികം വിലപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രംഗം നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ഇവിടെ ശ്രീകൃഷ്ണ അവതാരത്തിൽ ജനിച്ച സമയത്ത് തന്നെ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനുശേഷം തനിക്ക് ജന്മം തന്ന വളർത്തച്ഛനും വളർത്തമ്മയുമായിട്ടിരുന്ന നന്ദഗോപരെയും യശോദാമയെയും ഉപേക്ഷിക്കേണ്ടി വന്നു. അതിലേറെ താനാണ് എല്ലാം എന്ന് കരുതിയിരുന്ന ഗോപസ്ത്രീകളെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും എത്ര പേരെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ഭഗവാൻ അപ്പോഴും ഒരു മന്ദസ്മിതം മുഖത്ത് നിന്ന് മാഞ്ഞു പോകാതെ പുഞ്ചിരിയോടുകൂടി ഭഗവാൻ ഇതിനെയൊക്കെ നേരിടുന്നത് നമുക്ക് കാണാം. എന്നാൽ അവസരം വരുന്നതിനനുസരിച്ച് യോഗ്യരായിട്ടുള്ളവരെ ഇതേപോലെ ആത്മതത്വത്തിലേക്ക് ഉയർത്തുന്നതും നമുക്ക് കാണാം. അർജുനന് ഗീതോപദേശം കൊടുക്കുന്ന ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഈ ഒരു നരനാരായണ അവതാരത്തിന് ശേഷം ഇതേപോലെ മഹത്തായിട്ടുള്ള ഗുണങ്ങൾ കാണിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യമുള്ള അതിൻ്റെ കൂടെ എടുത്തു പറഞ്ഞു രമണീയതരാവതാരാ, ഇത്രയേറെ മനസ്സിനെ രമിപ്പിക്കുന്ന ഒരു സ്വരൂപത്തോടു കൂടി അവതാരം കൊണ്ടത് ഒരു പക്ഷേ ആ ശ്രീകൃഷ്ണൻ്റെ സ്വരൂപം എടുത്തപ്പോൾ മാത്രമായിരുന്നു അല്ലയോ ഭഗവാനെ എന്നിവിടെ ശ്രീ ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വോർവശീം തവ കഥാഞ്ച നിശമ്യ ശക്ര
പര്യാകുലേ ജനി ഭവൻ മഹിമാവമർശാൽ ഏവം പ്രശാന്തരമണീയതരാവതാരാത്വത്തോധികോ വരദകൃഷ്ണതനുസ്ത്വമേവ. നമുക്ക് അതിൽ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ദൃഷ്ട്വോർവശീം, അത് തുടക്കക്കാർക്ക് കുറച്ച് പ്രയാസമാണെങ്കിൽ ദൃഷ്ട്വ ഉർവശീം പറഞ്ഞ് ദൃഷ്ട്വോർവശീം എന്ന് എടുക്കുക. അടുത്തത് ഭവൻ മഹിമ അവമർശാൽ, അവിടെ ഭവൻ മഹിമ അവമർശാലാണ്. അപ്പോൾ ആ അകാരം ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ഉള്ളത് മൂന്നാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ പ്രശാന്ത രമണീയ തരാവതാരാത്വത്തോധികോ, അതത്രയും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. അത് കഴിയുന്നതും പിരിക്കാതെ വായിക്കുക. ഇനിയും തുടക്കക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയട്ടെ, പ്രശാന്ത രമണീയ തരാവതാരാത് എന്നെടുത്തുകൊണ്ട് ത്വത്തോധികോ അങ്ങനെ എടുക്കുക. പിന്നെ അടുത്തത് കൃഷ്ണ തനുസ്ത്വമേവ, തനുസ്ത്വമേവ ആണ്, ഏവാണ് അവിടെ എകാരം ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് ആദ്യത്തെ പാദത്തിൽ പറയാൻ വിട്ടുപോയി, ശക്രഹ്, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നോക്കാം. ശക്ര ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യ ച ഭവൻ മഹിമാവമർശാത് പര്യാകുല അജനി ഹേ വരദ ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തഃ അധികഃ കൃഷ്ണതനുഃ ത്വം ഏവ. ഒന്നുകൂടി പറയാം. ശക്ര ഉർവശീം ദൃഷ്ട്വാ തവ കഥാം നിശമ്യ ച ഭവൻ മഹിമാവമർശാത് പര്യാകുലഃ അജനി ഹേ വരദ ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തഃ അധികഃ കൃഷ്ണതനുഃ ത്വം ഏവ. ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വിചാരം ചെയ്യാൻ ഭഗവാൻ തോന്നിപ്പിച്ചത്. ഹരേ കൃഷ്ണ.